ഹലോ, ഗുഡ് മോർണിംഗ്. ചൂടിച്ച് നിങ്ങൾ അടിക്കാൻ വേണ്ടി പോണേ. രാവിലെ തന്നെ ക്ലീനിങ് ടീന ബ്രേക്ക്ഫാസ്റ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് ഓർത്തു. വാടാ നമുക്കേ ഇതൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് റെഡിയാക്കാം. പിടിച്ചേ അതിനൊക്കെ അതൊക്കെ ഇടാം. ഇവിടെ അടിച്ചിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ. ഇങ്ങനെയൊക്കെ പഠിച്ചോ, നമ്മനെ സഹായിച്ചോ കൊടുക്കാനുള്ള കേട്ടാ. ഓൾറെഡി അറിയാമ എന്ത് സാധനം അറിയാമോ? പിന്നെ പറഞ്ഞോ. അറിയില്ല, അത് അവിടെ അമ്മയെ നോക്കണ്ട്. അമ്മയെ സൗണ്ട് കേട്ടപ്പോ നോക്കണ്ട്, എന്താണ് കണ്ടില്ല. പുറത്തിറങ്ങ വഴിയില്ല. എനിക്ക് നല്ല പുണ്യാളുടെ രൂപം കൊണ്ടുപോകണ യാക്കുസ്ലിയുടെ എല്ലൊക്കെ ഇരിക്കും. നമ്മുടെ അവിടത്തെ അമ്മമ്മയുടെയൊക്കെ വീടിന്റെ അവിടത്തെ ഇല്ലടാ, അവിടത്തെ ചിലപ്പോ ആയിരിക്കാം. ചിലപ്പോ ആടാ അല്ല, അതൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സമയമൊക്കെ വ്യത്യാസത്തിലാണ് നടത്തണം. ഇപ്പൊ അങ്ങനെ നടത്തിയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ ടീന എന്താ ചെയ്യണേ നോക്കാം. ഓക്കെ. എടാ എന്തോ നാടാ പിള്ളേരെ ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടും പോയേക്കണം. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണ്ട്. ഇതൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. ഇതൊന്ന് പപ്പട ഷർട്ട് അവിടെ നിന്ന് വിരിച്ചിട്ട് വരും. നോക്കി എന്താ ചെയ്യണേ നോക്കാം. ടീനക്കുട്ടി, ടീന എന്താ പരിപാടി? അത് 8 മണിക്കത്തെ കുർബാനൊക്കെ ഞങ്ങൾ പോയത്. 8 മണിക്കത്തെ കുർബാനൊക്കെ പോയിട്ട് വരുമ്പോ അതല്ല പിന്നെ കഴിഞ്ഞ് കടയിൽ കയറി പാലൊക്കെ വാങ്ങിച്ചു വരുമ്പോ താമസം വരും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എപ്പോഴും വെള്ളയപ്പവും ഇതൊക്കെ മാത്രമാണ്. ടീനക്ക് ഇതുണ്ടാക്കാൻ ഭയങ്കരമായിട്ടും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ വെള്ളയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ട് വെള്ളയപ്പം മിക്കപ്പോഴും ഉണ്ടാവും. പിന്നെ മമ്മി ഉള്ളപ്പോ മിക്കവാറും പുട്ടല്ല, ഇഡ്ഡലിയും ദോശയായിരിക്കും. മമ്മിക്ക് അതാ ഇഷ്ടം. ഇഡ്ഡലിയും ദോശ അങ്ങനെ ഇരിക്കും. ഇഡ്ഡലിയും സാമ്പാറും മമ്മി ഇല്ല. അതെ, ഉണ്ടാക്കട്ടെ. ഓക്കെ. അപ്പോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ടീനയുടെ സ്പെഷ്യൽ അപ്പം നോക്കിയേ കണ്ട. അപ്പത്തിന്റെ ഞാൻ പറയാറില്ലേ, കണ്ട സോഫ്റ്റ് വെള്ളയപ്പം. വെള്ളയപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. വെള്ളയപ്പത്തിന്റെ കൂടെ ഞങ്ങള് കഴിഞ്ഞ ദിവസം റെസിപ്പിക്ക് റെഡിയാക്കിയ എന്താ പറയാ ലിവർ, കൊച്ചിക്കാരുടെ ലിവർ കറിയാണ് റെഡിയാക്കിയേക്കണം. അതായത് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ഐറ്റംസ്. കഴിച്ചോക്ക. നല്ല വായന്ന് വെള്ളം മഞ്ഞിന്റെ ആ സ്മെല്ല് എങ്ങനെ അടിച്ചിട്ട് നിങ്ങള് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം. നല്ല ഒരു എന്താ പറയാ പ്രത്യേക സ്മെല്ല് വെള്ളയപ്പത്തിന്റെ ഇതിന്റെ ഒക്കെ കൂടെ. ആ സവാള ആ ലിവറിന്റെ പീസും കൂടെ ഇങ്ങനെ എടുത്തിട്ട് പിടിച്ചിട്ട് നൈസായിട്ട് മസാലയൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പൊളി അടിപൊളി. വെള്ളയപ്പത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, അതും സൂപ്പർ. എനിക്ക് ഈ റെസിപ്പി വെള്ളയപ്പത്തിന്റെ കൂടെയും പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള സാധനത്തിന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാ. കഴിച്ചു നോക്കൂ. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ് പഴംപൊരി, വാട്ടർമെലൺ. പുറത്ത് നല്ല മഴയല്ല, ചെറിയ മഴ. നല്ല കാറ്റുണ്ടായിരുന്നു, സൂപ്പർ കാറ്റാണ്. കാറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റായിരുന്നു പ്രത്യേകിച്ച്. ഓക്കെ. തണുപ്പിന് തണുപ്പ് നോക്കേ കേട്ടാ. മഴ, തണ്ണിമത്തൻ, പഴംപൊരി, അന്തസ്. അതെ, എല്ലാം കൂടി പിടിക്കാൻ പറ്റില്ല. അവിടെ വെച്ചോ. എടാടാ തണുത്തത് എനക്ക് കഴിക്കാൻ പാടില്ല. അപ്പോ
ഇതാണ് ഞങ്ങളുടെ സൺഡേ വ്ളോഗ്. വെട്ടം ഇച്ചിരി കുറവുണ്ടാവും, കറണ്ട് ഇല്ല. ഫോണിൻ്റെ ഫ്ലാഷിലാണ് വീഡിയോ എടുത്തേക്കണം. കറണ്ട് നല്ല കാറ്റ് വന്നപ്പോഴത്തേക്ക് ഓഫ് ചെയ്താന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കാറ്റ് മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ കറണ്ട് വരുള്ളൂ. അന്നേരം നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് ചൂടായിട്ടുള്ള അന്തരീക്ഷമൊക്കെ മാറി തണുപ്പായി. അപ്പോൾ ഓക്കെ, സൺഡേ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ.